ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ കോറിലേഷനിലെ ലാസ്റ്റ് മെത്തേഡായിട്ടുള്ള കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റാങ്ക് കോറിലേഷൻ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്കതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു മെത്തേഡ് നമുക്ക് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് കോറിലേഷൻ ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ദി ഡീവിയേഷൻ. അപ്പോൾ റാങ്ക് കോറിലേഷൻ മെത്തേഡാണെങ്കിലും അതിന് മുമ്പത്തെ മെത്തേഡാണെങ്കിലും നമ്മൾ ഡീവിയേഷൻസ് നോക്കിയിരുന്നല്ലേ, അതായത് റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസം, അത്തരം കാര്യങ്ങൾ എക്സ് മൈനസ് വൈ അതൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഡീവിയേഷൻസിൻ്റെ വാല്യൂ പരിഗണിക്കാതെ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, അതായത് നമുക്ക് രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ അത് പോസിറ്റീവാണോ മൈനസ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും അല്ലേ. ഉദാഹരണത്തിന് 10 - 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനടുത്ത് നമുക്കറിയാം +2 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ സൈൻ മാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നത്. നമ്മൾ ഈ 2 എന്നുള്ള വാല്യൂ നമ്മൾ പരിഗണിക്കുന്നില്ല ഈ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡിൽ. അപ്പോൾ നമ്മൾ 8 - 10 ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് -2 ആണല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 2 പരിഗണിക്കാതെ ഈ മൈനസ് എന്നുള്ള ഈ ചിഹ്നം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഡയറക്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഡയറക്ഷൻ എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വാല്യൂസ് ആർ ഇഗ്നേർഡ്. ഇവിടെ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഇഗ്നർ ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന നോക്കുക, ഇവിടെ കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഫ്രം ദി ഡാറ്റ ഗിവൺ ബിലോ ബൈ ദി കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് അല്ലേ. ഇപ്പോൾ ഇയർ നമുക്ക് നൽകിയിട്ടുണ്ട് 2015 തൊട്ട് 2025 വരെ. ഓരോ ഇയറിലും ഡിമാൻഡ് എത്ര, പ്രൈസ് എത്ര, അപ്പോൾ ഇത് തമ്മിൽ കോറിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എടുക്കേണ്ടത് കാൽക്കുലേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻ ഹെഡിങ് എഴുതി ഇതുപോലൊരു ടേബിളാണ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കേണ്ടത്. നമുക്ക് ഇയർ നമുക്ക് ജസ്റ്റ് എഴുതി വയ്ക്കാം. ഇയർ കാൽക്കുലേഷന് വേണ്ടിയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ ഓരോ ഇയറിലും നമുക്ക് എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഡിമാൻഡിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു, പ്രൈസിനെ നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നു അല്ലേ. അതിനുശേഷം നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ മെത്തേഡുകളിലൊക്കെ ഈ 70 - 48 തമ്മിലുള്ള, അപ്പോൾ റാങ്ക് മെത്തേഡിലൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നു ചെയ്തത് അല്ലേ. 70 - 48 റാങ്കിൻ്റെ ഡിഫറൻസാണ് നമ്മൾ അടുത്ത കോളത്തിൽ എഴുതിയത്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ വ്യത്യാസമുണ്ട്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഇവിടെ നമ്മൾ എടുക്കുന്നത് എക്സിൻ്റെ വാല്യൂസിൽ തന്നെ ഇപ്പോൾ നമുക്ക് 78 - 70 അത് നമ്മൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ആദ്യം നോക്കും. അപ്പോൾ ആദ്യത്തെ ഐറ്റം നമുക്ക് അതിന് തൊട്ട് മുമ്പത്തെ ഐറ്റം നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഇതിന് നമുക്ക് നോ സൈനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ ഒരു ഐറ്റം നമ്മൾ ലീവ് ചെയ്യുക, അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഐറ്റത്തിൽ നിന്ന് ഫസ്റ്റ് ഐറ്റം നമ്മൾ കുറയ്ക്കുന്നു. 72 - 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് അല്ലേ, അതായത് 72 - 70 എന്താണ്, +2 അല്ലേ. അപ്പോൾ 2 എന്നുള്ളത് നമ്മളിവിടെ പരിഗണിക്കില്ല, നമ്മൾ +10 നമ്മളിവിടെ ഇടും. ഇനി നമുക്ക് അടുത്തത് എടുക്കുന്നു, മൂന്നാമത്തിൽ നിന്ന് രണ്ടാമത്തെ കുറയ്ക്കുന്നു അല്ലേ. 75 നിന്ന് 72 കുറയ്ക്കുന്നു, അപ്പോൾ നമുക്ക് +3 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ 3 എടുക്കില്ല, പ്ലസ് ചിഹ്നം മാത്രം നമ്മളിവിടെ ഇടുന്നു. അപ്പോൾ അത് ഡീവിയേഷൻ സൈൻ മാത്രമാണ്, അതായത് ഡയറക്ഷൻ മാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് 75 നമ്മൾ -75 അല്ലേ, അപ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. അത് നമ്മൾ 0 എന്ന രീതിയിൽ തന്നെ ഇവിടെ ഇടുന്നു. ഇനി 78 - 75 നമുക്ക് +3 കിട്ടും, അത് നമ്മൾ പ്ലസ് മാത്രമായിട്ട് ഇടുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു പോകുന്നല്ലേ. ഇവിടെ ഒരു മൈനസ് വന്നിട്ടുണ്ട്, എങ്ങനെ വന്നത്, 80 - 82 80 നിന്ന് 82 കുറയ്ക്കുമ്പോൾ -2 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എടുത്താൽ മതി, മൈനസ് ചിഹ്നം ഇവിടെ ഇട്ടാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വൈലും ചെയ്യുന്നു അല്ലേ, വൈലും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സൈൻ നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു ഡീവിയേഷനെ, എക്സിൽ നിന്നുള്ള ഡീവിയേഷന്, ഇത് നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഡീവിയേഷന് DX എന്ന് നമ്മൾ എഴുതും ഹെഡിങ്. വൈയിൽ നിന്നുള്ള ഇതുപോലത്തെ ഡീവിയേഷൻ സൈൻ ഇടുന്നതിന് നമ്മൾ DY എന്നിടും. അതിനുശേഷം നമുക്ക് DXനെയും DYയെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് DX DY കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതായത് ഈ പ്ലസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ ഈ ചിഹ്നങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ. അതായത് പ്ലസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആണ് അല്ലേ. അതുകൊണ്ട് പ്ലസ് ആണ്. നമുക്ക് ഇവിടെ നമ്മൾ 0യും പ്ലസും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് റൂളുണ്ട്, അത് ഞാൻ പ്രത്യേകം പറയാം. ബാക്കി നോക്കിയാൽ മൈനസും പ്ലസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസാണ്, പ്ലസും മൈനസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസാണ് അല്ലേ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു ചിഹ്നം മൾട്ടിപ്ലൈ ചെയ്ത് ഈ ചിഹ്നം നമ്മളിവിടെ എഴുതണം. അപ്പോൾ അതിനുശേഷം നമ്മളിതിൽ പ്ലസ് ചിഹ്നങ്ങൾ എത്രയുണ്ടെന്നുള്ളത് നമ്മൾ എണ്ണിയെടുക്കും. അതിനെ നമ്മൾ C എന്ന് ഡിനോട്ട് ചെയ്യും. മൈനസ് ചിഹ്നത്തുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്യും. ഇതൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല. പ്ലസ് എത്രയുണ്ടെന്നുള്ളത് നമ്മൾ എണ്ണിയെടുക്കുന്നു. ഇവിടെ നമ്മൾ C എന്നതിനെ ഡിനോട്ട് ചെയ്ത് 6 നമ്മൾ എഴുതി വയ്ക്കും. നമുക്ക് അതിനു വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്, ആ C നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫോർമുലയാണ് അല്ലേ. അതായത് RC, ഇവിടെ കൺകറൻറ്റ് ഡീവിയേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് RC എന്നാണ്. കൺകറൻറ്റ് മെത്തേഡിൽ ഈ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡിനെ നമ്മൾ ഈ കോറിലേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് RC എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കുക, +or - അല്ലേ. അതായത് +or - റൂട്ടിന് ഇൻസൈഡും ഉണ്ട് ഔട്ട്സൈഡും ഉണ്ട് അല്ലേ, അകത്തുമുണ്ട് പുറത്തുമുണ്ട്.
പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് എൻ 2 ഇൻറ്റു സി മൈനസ് എൻ. അപ്പോൾ ഈ ഒരു സി ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് അല്ലേ. ഈ ഒരു സീനെയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. എത്ര പ്ലസ് ഉണ്ടെന്ന് dx dy കണ്ടുപിടിച്ചിട്ട് അതിൽ എത്ര പ്ലസ് ഉണ്ടെന്ന് നമ്മൾ എണ്ണിയെടുത്തു. ഇതിൽ നമുക്ക് എണ്ണി നോക്കിയാൽ അറിയാം 1 2 3 4 5 6 പ്ലസ് ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി 6 c ഈക്വൽ ടു 6 എന്ന് എഴുതി. അപ്പോൾ ഈ സി നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അത് ഫോർമുലയിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ 2 ഇൻറ്റു 6 നമ്മളവിടെ എടുക്കും. ഇനി മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്ര സൈനുകൾ വന്നിട്ടുണ്ട്. ആദ്യത്തേന് മാത്രം നോ സൈൻ ആണല്ലേ. ഇത് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാത്തിനും നമ്മൾ സൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് 0 ഉൾപ്പെടെ നമ്മൾ സൈനായിട്ട് തന്നെ എടുക്കണം. അത് എത്രയുണ്ടെന്നുള്ളതാണ് നമ്മൾ ആയിട്ട് എടുക്കേണ്ടത്. അതായത് മൊത്തം 11 ഉണ്ട്. ഇത് മൊത്തം 11 ഉണ്ട്. ഈ 11ൽ നിന്ന് ഒരെണ്ണം കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മളിവിടെ ആയിട്ട് എടുക്കേണ്ടത്. അതും ഒരു വ്യത്യാസമാണ്. കഴിഞ്ഞ മെത്തേഡുകളിൽ നിന്ന് നമുക്ക് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വ്യത്യാസമാണ് നമ്മൾ എന്നിൻ്റെ കാര്യത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ സാധാരണ എടുക്കുന്നത് എത്ര പെയർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ n-1 ആണ് നമ്മളിവിടെ ആയിട്ട് എടുക്കേണ്ടത് അല്ലേ. ടോട്ടൽ നമ്പറിൽ നിന്ന് 1 കുറച്ചിട്ട് 10 ആണ് നമ്മളിവിടെ ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെയും 10 ആണ്, ഇവിടെയും 10 ആണ്. അപ്പോൾ എന്ന് പറയുന്നത് ഇക്വേഷനിൽ എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ പെയർസ് ഓഫ് ഒബ്സർവേഷനിൽ നിന്ന് 1 കുറച്ചിട്ടുള്ളതിനെ ആയിട്ട് എടുക്കുക. ഡിവൈഡഡ് ബൈ ആണല്ലേ. കൊണ്ട് നമ്മൾ ഡിവൈഡിങ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞ ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞ ഐറ്റം വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് ഇവിടെ പ്ലസ് വേണോ മൈനസ് വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ 2c മൈനസ് n എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ, 2c മൈനസ് n എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് നെഗറ്റീവായിട്ടുള്ളൊരു സംഖ്യയാണെങ്കിൽ നമ്മളിവിടെ നെഗറ്റീവ് എന്നെടുക്കും. ഇതിന് നെഗറ്റീവായിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കോറിലേഷനും നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇനി മറിച്ച് 2c മൈനസ് n എന്ന് പറയുന്നത് 2c മൈനസ് n നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് സൈനാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഇവിടെ നമ്മൾ പോസിറ്റീവ് സൈൻ എടുക്കും, നമ്മളതിന് പുറത്തുള്ളത് നമ്മൾ എന്തെടുക്കും, പോസിറ്റീവ് സൈൻ തന്നെ എടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, റൂട്ടിന് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് നമുക്ക് നെഗറ്റീവ് 2c മൈനസ് n നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് 2c മൈനസ് n പോസിറ്റീവ് ആണെങ്കിൽ ഈ റൂട്ടിൻ്റെ ഇവിടെ നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ എടുക്കുക അല്ലേ. രണ്ടും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് നോക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇനി അത് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നമ്മളതിൻ്റെ ഈ ഓരോന്നും രണ്ടാമത്തിൽ നിന്ന് ഒന്നാമത്തെ കുറച്ച്, മൂന്നാമത്തിൽ നിന്ന് രണ്ടാമത്തെ കുറച്ചു, അങ്ങനെ അതിൻ്റെ സൈൻ മാത്രം നമ്മളിവിടെ ഇടുന്നു അല്ലേ. പ്ലസ് ആണോ മൈനസ് ആണോ അല്ലെങ്കിൽ 0 ആണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നു. അതുപോലെ തന്നെ വൈഡേത്തിലും കാണിക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ പ്ലസിനെയും ഒപ്പം തന്നെ അടുത്ത ഈ പ്ലസിനെയും അല്ലേ, അതായത് dxനെയും dyനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് dx dy കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതായത് പ്ലസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആണ്, പ്ലസും മൈനസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ആണ്. അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റൂളേഴ്സ്. ഇനി 0 വരുമ്പോൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇത് നോക്കുക, പ്ലസ് ഇൻറ്റു പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ആണ് അല്ലേ. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ആണ്. മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാക്കുക അത് പ്ലസ് ആണല്ലേ. ദെൻ 0 ആണ് വരുന്നതെങ്കിൽ അതും പ്ലസ് ആണ്. 0 ആണെങ്കിൽ പ്ലസ് ആണ്. അപ്പോൾ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഡിമാൻഡിലുണ്ടാകുന്ന കൂടുതൽ വർധനവ് നമുക്ക് പ്രൈസിലും വർധനവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോറിലേഷൻ ഉണ്ട്, അതെ പോസിറ്റീവ് കോറിലേഷനാണ്. അതാണ് ഈ പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിമാൻഡിലുണ്ടാകുന്ന കുറവ് പ്രൈസിലും കുറവുണ്ടാക്കുകയാണെങ്കിൽ രണ്ടും മൈനസ് ആണെങ്കിൽ അതും എന്താണ്, പോസിറ്റീവ് കോറിലേഷനാണ് അല്ലേ. പോസിറ്റീവ് കോറിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കോറിലേഷൻ ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ. ഇനി നമുക്ക് 0 നമ്മൾ പ്ലസ് ആയിട്ട് തന്നെ എടുക്കുക. അതായത് ഡിമാൻഡിൽ മാറ്റം ഉണ്ടായില്ല, അതിനനുസരിച്ച് പ്രൈസിലും മാറ്റം ഉണ്ടായില്ല, അപ്പോഴും എന്താണ്, കോറിലേഷൻ ഉണ്ടല്ലേ. അത് തമ്മിൽ കോറിലേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ചിഹ്നം കൊടുക്കുന്നു. ഇനി ഒരെണ്ണത്തിന് ഡിമാൻഡ് കൂടിയപ്പോൾ പ്രൈസ് എന്ത് സംഭവിച്ചു, കുറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നെഗറ്റീവ് കോറിലേഷനാണ്. അത് തമ്മിൽ കോറിലേഷൻ ഇല്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഡിമാൻഡ് കുറഞ്ഞപ്പോൾ പ്രൈസ് കൂടി, അപ്പോഴെന്താണ്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാറ്റം വരുന്നതെങ്കിൽ കോറിലേഷൻ ഇല്ല. സെയിം ഡയറക്ഷനിലാണ്, അതായത് കൂടുമ്പോൾ കൂടുകയും കുറയുമ്പോൾ കുറയുകയും ചെയ്യുമ്പോൾ അവിടെ പോസിറ്റീവ് കോറിലേഷൻ തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ് കോറിലേഷൻ എന്താ, നെഗറ്റീവ് കോറിലേഷൻ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. ഇനി നമുക്കിവിടെ 0 മൈനസും ആണ് വരുന്നതെങ്കിലോ, അതായത് എക്സിൻ്റെ വാല്യൂ വർധന വന്നിരിക്കുന്നത് 0 മറ്റൊന്ന് മൈനസും ആണെങ്കിൽ, അതായത് ഒരെണ്ണം നമുക്ക് മാറ്റമൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഒരെണ്ണത്തിൽ കുറവ് സംഭവിച്ചു അല്ലേ, അപ്പോൾ എന്താണ്, നെഗറ്റീവ് കോറിലേഷനാണ്. അവിടെ കോറിലേഷൻ ഇല്ല അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ മൈനസും 0 വന്നാൽ എന്താണ്, മൈനസാണ് വരുന്നത്. ഇനി 0 പ്ലസും ആണ് വരുന്നതെങ്കിൽ എന്താണ്, മൈനസാണ്. അതായത് ഒരെണ്ണത്തിൽ മാറ്റമില്ലാതെ നിന്നപ്പോൾ, ചേഞ്ച് ഇല്ലാതെ നിന്നപ്പോൾ മറ്റേ വേരിയബിൾ എന്ത് സംഭവിച്ചു, വർധനവ് വന്നല്ലേ. അപ്പോൾ നമുക്ക് നെഗറ്റീവ് കോറിലേഷൻ പറയാം. അപ്പോൾ പ്ലസും 0 വന്നു കഴിഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് കോറിലേഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. അതായത് 0
പിന്നെ മൈനസോ പ്ലസ്സോ എന്ത് വന്നാലും എന്ത് തന്നെയാണ് ഉത്തരം എന്ന് പറയുന്നത് മൈനസ് തന്നെയാണ് അല്ലേ. ഇനി സീറോയും വരുവാണെങ്കിൽ പ്ലസ്സാന്ന് ഓർത്തിരിക്കുക, അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സൈനെ സംബന്ധിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. പ്ലസ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് വരും, പ്ലസ്സും ആണെങ്കിൽ മൈനസ് വരും അല്ലേ, മൈനസും ആണെങ്കിൽ പ്ലസ് വരും. ഇവിടെ നമുക്ക് സീറോയും കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടെന്നുള്ളൂ. സീറോയുമായിട്ട് ബന്ധപ്പെട്ട ഈ റൂളും മനസ്സിലാക്കി ഇരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു പ്രോബ്ലം നമുക്ക് പറഞ്ഞതുപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ എക്സിൻ്റെ വൈഡൻ കോളങ്ങൾ എഴുതി നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ നിന്ന് രണ്ടാമത്തെ ഐറ്റത്തിൽ നിന്ന് ആദ്യത്തെ ഐറ്റം കുറച്ചു അല്ലേ, എന്നിട്ട് ഇവിടെ എഴുതി ആദ്യത്തേന് നമ്മൾ നോ സൈൻ കൊടുത്തല്ലേ. അതുപോലെ നമ്മൾ എക്സും വൈയും നമ്മൾ എഴുതി, ഡി എക്സും ഡി വൈയും നമുക്ക് കിട്ടി. ഡി എക്സ് ഡി വൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഇതുപോലെ ചിഹ്നങ്ങൾ കൊടുത്തു. അതിനുശേഷം ഇതിലുള്ള പ്ലസ് സൈൻ മാത്രം നമ്മൾ എണ്ണിയെടുത്തു. സി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 6 അല്ലേ, നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്കിനി ഇക്വേഷൻ അപ്ലൈ ചെയ്യാവുന്നുള്ളൂ. നമുക്ക് നോക്കുക ഇവിടെ ഇത് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആർ സി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് 2c - n ഡിവൈഡ് ബൈ n ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ എടുത്തെഴുതുക, നമ്മൾ 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു 6 അല്ലേ. സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 6 നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു 6 ആണ് സി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 2 × 6 മൈനസ് 10, n 10 ആണല്ലേ. അതായത് മൊത്തമുള്ള ഐറ്റത്തിൽ നിന്ന് ഒരെണ്ണം കുറച്ചിട്ട് അല്ലെങ്കിൽ ഈ സൈൻ മാത്രം കൊടുത്ത ഐറ്റം മാത്രം എടുത്ത് എണ്ണുമ്പോൾ നമുക്ക് 10 എന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ n നമുക്ക് -10 കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം 2 × 6 ഇത് നമ്മൾ ചെയ്യണം. 2 × 6 ചെയ്തിട്ട് 12 കിട്ടും, അത് -10 അല്ലേ. അപ്പോൾ 12 - 10 അതായത് 2c - n എന്ന് പറയുന്നത് 12 - 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം +2 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ +2 എന്ന് കിട്ടുന്നത്, അതായത് ഈ ചിഹ്നം +2 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയും നമ്മൾ പ്ലസ് ആയിട്ട് എടുക്കണം, ഇതും നമ്മൾ പ്ലസ് ആയിട്ട് എടുക്കണം. റൂട്ട് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് വാല്യൂ പ്ലസ് ആയിട്ട് തന്നെ നമ്മൾ കരുതേണ്ടതാണ്. പ്ലസ് ഓർ മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥമാക്കുന്നത് 2c - n കിട്ടുന്നത് എന്ത് വാല്യൂ ഉള്ള ഈ ഒരു ഡിജിറ്റാണോ കിട്ടുന്നത്. ഇവിടെ +2 ആണ് കിട്ടിയത്, പ്ലസ് ആണ് കിട്ടിയത്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ പ്ലസ് ആയിട്ട് തന്നെ എടുത്തിരിക്കണം, നെഗറ്റീവ് നമ്മൾ എടുക്കരുത്, രണ്ടും പ്ലസ് ആയിട്ട് എടുക്കണം അല്ലേ. അപ്പോൾ എങ്ങനെ വരും നോക്കുക, ഇവിടെ നമുക്കിവിടെ 2 അതായത് +2 ഡിവൈഡഡ് ബൈ 10 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നമുക്ക് മൈനസ് എഴുതേണ്ട ആവശ്യമില്ല അല്ലേ, മൈനസ് ഇട്ടെന്നുള്ളൂ, മൈനസ് എഴുതേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ പ്ലസ് മാത്രം എടുത്താൽ മതി അല്ലേ, ഇവിടെ ഇൻസൈഡ് പ്ലസ് ആണ്. നമുക്ക് പുറത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ പ്ലസ് തന്നെ എടുത്താൽ മതി, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 2/10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.2 എന്ന് വരും. 0.2ൻ്റെ റൂട്ട് എടുക്കുക അല്ലേ, ഇവിടെ നമുക്ക് പ്ലസ് തന്നെ മതി. 0.2ൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക, ഉത്തരം കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും, പോസിറ്റീവ് തന്നെയായിരിക്കും അല്ലേ. 0.45 എന്ന് നമുക്ക് ഉത്തരം കിട്ടും, 0.45 അല്ലേ. അപ്പോൾ അതിൻ്റെ 0.45 എന്ന് വെച്ചാൽ നമുക്കറിയാം മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷനാണ് അല്ലേ, മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നെഗറ്റീവ് വരുന്ന കേസിൽ ഇതിപ്പോൾ നമുക്ക് +2 അല്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട് പ്ലസ് ചിഹ്നമാണ് വന്നിരിക്കുന്നത്. ഇനി മൈനസ് വന്നാൽ എങ്ങനെയാണോ അത് നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലൂടെ നമുക്ക് നോക്കാം. ഈ ഒരു പ്രോബ്ലത്തിൽ നോക്കുക, 112, 125 അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ആദ്യത്തേന് നോ സൈൻ അല്ലേ, ഇത് നമുക്ക് നോ സൈൻ എടുക്കാം. ഇവിടെ നമ്മൾ സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല, നോ സൈൻ തന്നെ കൊടുക്കാം. ബാക്കി രണ്ടാമത്തെ ഐറ്റം 125 - 112 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇതാണ് വലുതല്ലേ. രണ്ടാമത്തെ ഐറ്റമാണ് വലുതെങ്കിൽ നമുക്ക് പ്ലസ് ചിഹ്നം കൊടുക്കാം. 126 - 125 ഇതാണ് വലുത്, പ്ലസ് ചിഹ്നം കൊടുത്തു. ഇനി 118 - 126 അല്ലേ, ഈ ഐറ്റമാണ് ചെറുതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, മൈനസ് ചിഹ്നം കൊടുത്തു. 118 - -118 നമ്മൾ 0 കൊടുത്തു. അപ്പോൾ അതേ രീതിയിൽ നമ്മളിത് അങ്ങോട്ട് ഫില്ല് ചെയ്യുന്നു കേട്ടോ, അതേ രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 9 ആണ് കിട്ടുന്നത് അല്ലേ. മൊത്തം 10 ഉണ്ട്, അതിൽ നിന്ന് 1 കുറച്ച് നമുക്ക് 9 എഴുതിയാൽ മതി അല്ലേ. ഈ സൈനുള്ള ഭാഗങ്ങൾ മാത്രം എണ്ണിയെടുത്തിട്ട് അത് മാത്രമാണ് നമ്മൾ n ആയിട്ട് എഴുതുന്നത്, അപ്പോൾ 9 വരും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വൈയുടെയും അതുപോലെ തന്നെ കണ്ടുപിടിക്കുക അല്ലേ, അതിൻ്റെ ചിഹ്നങ്ങൾ ഇതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്നു, അവിടെ നമുക്ക് 9 ആണ് കിട്ടുക. ഇനി ഡി എക്സും ഡി വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഡി എക്സ് ഡി വൈ കണ്ടുപിടിക്കണം അല്ലേ. പ്ലസും മൈനസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസാണ്, പ്ലസും 0യും വരുന്നുണ്ടല്ലേ. അപ്പോൾ 0യും മറ്റേത് ചിഹ്നമാണെങ്കിലും പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും വരുവാണെങ്കിലും ഇത് മൈനസ് കൊടുത്താൽ മതി അല്ലേ. മൈനസും പ്ലസും വരുന്നുണ്ട്, മൈനസ് കൊടുക്കുക. 0യും മൈനസും വരുന്നുണ്ട്, നമുക്കതുകൊണ്ട് മൈനസ് വരും അല്ലേ. 0യും പ്ലസും ആണെങ്കിലും 0യും മൈനസും ആണെങ്കിലും നമ്മളത് നെഗറ്റീവ് കോറിലേഷനായിട്ട് എടുത്താൽ മതി അല്ലേ. ഇനി പ്ലസും മൈനസും വരുന്നുണ്ട്, അപ്പം മൈനസ് വരും. പ്ലസും പറഞ്ഞാൽ പ്ലസ് തന്നെയാണ്. 0യും വരുമ്പോൾ എന്ത് ചെയ്യണം, രണ്ടും 0 ആണെങ്കിൽ ഞാൻ പറഞ്ഞു അത് പോസിറ്റീവായിട്ട് എടുക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ പോസിറ്റീവ് കോറിലേഷനായിട്ട് എടുക്കാം. ദെൻ പ്ലസും മൈനസും വരുന്നുണ്ട്, മൈനസ് വരും. പ്ലസും മൈനസും വരുന്നുണ്ട്, മൈനസ് വരും അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് മൈനസ് വരുന്നത് എല്ലാം അങ്ങോട്ട് മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്, ബാക്കി വരുന്ന പ്ലസ് എത്രയുണ്ട് നമ്മൾ എണ്ണിയെടുക്കുന്നു. അത് നമ്മളിവിടെ എഴുതുന്നു, 2 പ്ലസ്സാണ് വരുന്നത് അല്ലേ, അത് നമ്മൾ എഴുതുന്നു. അതിനുശേഷം നമുക്ക് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു അല്ലേ, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് 2c - n ഡിവൈഡ് ബൈ n ആണല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് 2 × 2 അല്ലേ, നമുക്ക് ഇക്വേഷനുള്ള 2
നമ്മൾ ഈ സി കണ്ടുപിടിച്ചിരിക്കുന്ന 2ആണ്. അപ്പോൾ 2 × 2 4ആണ്. 4 - 9 നോക്കുക, ആദ്യത്തെ സംഖ്യ കുറവാണല്ലേ, 4 - 9 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 4 - 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ -5 ആണ് വരുന്നത് അല്ലേ. അതായത് 2c - n എന്ന് പറയുന്നത് മൈനസ് ആയതുകൊണ്ട് നമ്മൾക്കിവിടെ റൂട്ടിനകത്തും പുറത്തും എന്തായിട്ട് എടുക്കണം? മൈനസ് ആയിട്ട് എടുക്കണം അല്ലേ. അപ്പോൾ നോക്കുക, ഇവിടെ -5 / 9 എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്തെടുക്കണം? ഇതിനെ മൈനസ് ആയിട്ട് എടുക്കണം, ഇത് മൈനസ് ആയിട്ട് എടുക്കണം അല്ലേ. ആ എടുത്ത് എഴുതിയിരിക്കുന്ന നോക്കുകയും റൂട്ടിന് പുറത്ത് നമ്മൾ മൈനസ് എഴുതി, റൂട്ടിനകത്തും നമ്മൾ ഈ മൈനസ് എഴുതി, പിന്നെ ഈ -5 നമ്മൾ -5 ഉള്ളതാണല്ലേ, -5 / 9 അല്ലേ. അപ്പോൾ -5 / 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഈ മൈനസും അടുത്തടുത്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് നമുക്ക് പ്ലസ് ആയിട്ട് മാറും അല്ലേ. അതായത് നമുക്ക് കിട്ടുന്ന ഉത്തരം നമുക്ക് പ്ലസ് ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ 5 / 9 ഉത്തരം കിട്ടും. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു മൈനസ് പുറത്തെടുക്കുന്ന മൈനസ് ഉണ്ടല്ലേ, ഈ മൈനസാണ് അതിൻ്റെ ചിഹ്നമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ -5 / 9 എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് -0.555 എന്നാണ്, ഇതിൽ 555 ആണ്. ഈ മൈനസോടും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ അടുത്തടുത്ത് മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. അപ്പോൾ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക, റൂട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ ചിഹ്നം ഇട്ട് കൊടുക്കുന്നു അല്ലേ, ഈ മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഏതായാലും ഇത്ര ഓർത്താൽ മതി, വേറെ ഒന്നും ഓർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ വരുന്നത് കണ്ടുപിടിക്കുന്നത് 2c - n ആണെങ്കിൽ അത് നമ്മൾ മൈനസ് ചിഹ്നമാണെങ്കിൽ വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം മൈനസ് ആയിരിക്കും, എപ്പോഴും മൈനസ് ആയിരിക്കും അല്ലേ. അത്ര ഓർത്താൽ മതി. അത് എത്രയാണോ വരുന്നത് അത് / 9 അല്ലേ. അതിനുശേഷം നമുക്കതിൻ്റെ കിട്ടുന്ന ഉത്തരത്തിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നു, അതിന് മൈനസ് ചിഹ്നം ഇട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നെഗറ്റീവ് കോറിലേഷനാണ്. നമുക്ക് ദർ ഈസ് ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം അല്ലേ. 7/4 ഒക്കെ വരുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം, എക്സും വൈയും തമ്മിൽ നെഗറ്റീവ് കോറിലേഷൻ ഉണ്ടെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു കൺകറൻറ്റ് മെത്തേഡിൽ നമുക്ക് കൺകറൻറ്റ് കോറിലേഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മെത്തേഡിൽ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്. അത് വളരെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ, ഞാൻ അതിന് കമൻറ്റ് ബോക്സിൽ ഉത്തരം പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ വ്യൂസ് വരുന്നതനുസരിച്ച് കൂടുതൽ ക്ലാസ്സുകൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു കോറിലേഷൻ ചാപ്റ്റർ ഏകദേശം നമ്മൾ ഇതോടുകൂടി കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഏതെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ നമ്മൾ അതുകൂടി ചെയ്തു തരുന്നതാണ്. അതിനുശേഷം നമ്മുടെ റിഗ്രഷൻ ചാപ്റ്ററിലേക്ക് പോകുന്നതാണ് കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. അത് നമുക്ക് നന്നായിട്ട് കോറിലേഷൻ പഠിച്ചാൽ വരെ നന്നായിട്ട് തന്നെ നമുക്കതും പഠിച്ചെടുക്കാം. ഓക്കെ, താങ്ക് യു.